പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം കിട്ടിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് സോണി. ഇതെൻ്റെ 2 മക്കൾ മേബിൾ, ആൻ. ഞങ്ങൾ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പൂഴിത്തോട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ഓഗസ്റ്റ് 12-നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾക്ക് ജർമ്മനിക്ക് വിസ കിട്ടുവാൻ വേണ്ടിയിട്ടായിരുന്നു. 1.5 വർഷമായിട്ട് മോള് ഉടമ്പടിയിലായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കാൻ തീരെ വയ്യാത്തൊരാളായിരുന്നു. കാരണം ഒരു 3 വർഷം മുമ്പ് ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതുപോലെ എനിക്ക് ഇടത് ഭാഗത്ത് എൻ്റെ ഇടതുവശം മുഴുവനായിട്ടും ഞരമ്പുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ഫിസിയോതെറാപ്പി ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാലിന്, നടുവിന്, എൻ്റെ കഴുത്തിന്, അങ്ങനെ ഒത്തിരി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു താമരശ്ശേരിയിൽ ഉള്ള ഒരു ഷൈനി. അവളാണ് എന്നെ ഒത്തിരി ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഒത്തിരി എന്നോട് പറയുമായിരുന്നു, എപ്പോഴും ഉടമ്പടി എടുത്താൽ നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു, എനിക്ക് ഉടമ്പടി എടുത്താൽ അത് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല, മോളുടെ കൂട്ടത്തിൽ നിന്ന് ഉടമ്പടി എടുത്തോളാം, ഉടമ്പടിയിൽ ജീവിച്ചോളാം എന്ന് മാത്രമായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ മുടക്കിയിട്ടില്ല, എല്ലാ ദിവസവും ഉടമ്പടിയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോള് നിർബന്ധിച്ചു, എന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അയച്ചു. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ 3 ദിവസം മുമ്പാണ് എനിക്ക് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് കഴുത്തിൽ ബെൽറ്റ് ഇട്ടാൽ മതി, ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നാൾ ബെൽറ്റ് ഇടണം, എന്നാലേ കഴുത്തിൻ്റെ വേദന കുറയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബെൽറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ബെൽറ്റ് ഊരി എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ ഇവിടെ വന്ന് കയറി നിയോഗത്തിൽ ഞാൻ വെച്ചത്, ഞാൻ അപ്പോഴൊക്കെ കരയുമായിരുന്നു. കാരണം എനിക്ക് വേദനയാണ്, എനിക്ക് എൻ്റെ കഴുത്തിന് വേദന, എനിക്ക് ഇരിക്കത്തില്ല, നിൽക്കത്തില്ല, നടക്കത്തില്ല, ഒത്തിരി ബുദ്ധിമുട്ട്. ഞാൻ പള്ളിയിൽ പോയിട്ട് 3 വർഷത്തിലേറെയായിരുന്നു. മുട്ട് കുത്താൻ പറ്റിയാലും നടക്കാൻ പറ്റിയാലും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ പക്ഷേ ഞാൻ എൻ്റെ വേദനകളൊന്നും വെച്ചില്ല. കാരണം ഞാൻ മറന്നുപോയായിരുന്നു, വേദനയൊന്നും വെക്കാൻ ഞാൻ ഓർത്തില്ല. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മകൾ എങ്ങനെയെങ്കിലും ജർമ്മനിക്ക് പോകണം, അവൾക്ക് അവിടെ ഹൗസ് ബിൽഡിങ്ങിന് പഠിക്കാൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അതാണ് ഞാൻ ഏറ്റവും ആദ്യം വെച്ച ഉടമ്പടി നിയോഗം. എൻ്റെ ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണം, അത് പാലിക്കാൻ സാധിക്കണം എന്നാണ്. 2ാമത്തെ ഉടമ്പടി എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും. എൻ്റെ വേദനകൾക്കൊന്നും ഞാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ചേച്ചി പറഞ്ഞു, എല്ലാം മാതാവ് കാണുന്നില്ലേ, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നത് വരെ ഞാൻ വിചാരിച്ചു ഞാൻ ഇരുന്ന വണ്ടിയുടെ ഒരു കംഫർട്ടബിൾ കൊണ്ടായിരിക്കും, എനിക്ക് വേദനയൊന്നും തോന്നിയില്ല. ഞാൻ ചേച്ചിനോട് പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, ഞാൻ ഏതായാലും സുഖമായിട്ട് വീട്ടിലെത്തിയെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം മുതൽ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഉടമ്പടിയിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി പള്ളിയിൽ പോകണം എന്നുള്ളത്. ഞായറാഴ്ച മാത്രം വല്ലപ്പോഴും പോയിക്കൊണ്ടിരുന്ന ഞാൻ അന്ന് മുതൽ ഡെയിലി പോകാൻ തുടങ്ങി. അപ്പം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ വേദനകളൊന്നും ഇല്ലല്ലോ, എൻ്റെ കഴുത്തിന് വേദനയില്ല, കാലിന് വേദനയില്ല, ഞാൻ നടന്നാ പള്ളിയിൽ പോയത്, തിരിച്ച് ഞാൻ നടന്നാ വന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്ന്. അന്ന് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്ന ആ സമയം എൻ്റെ വേദനകളെല്ലാം മാതാവ് ഒരു 90%, അതായത് തീർത്തും എടുത്ത് തന്നാലും നമ്മൾ അഹങ്കാരികളായി പോകുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും, ഒരു 10% ചെറിയൊരു വേദന, ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും എനിക്ക് മാറ്റിത്തന്നു. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. അതുപോലെ ഞാൻ എല്ലാ ആഴ്ചയിലും കാരുണ്യ പ്രവർത്തികൾ, അതായത് ഭക്ഷണം കൊടുക്കാൻ പോകുന്നുണ്ട്, കൃപാസന പത്രം കൊടുക്കാൻ പോകുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടെയൊക്കെ ഞാൻ എല്ലാ ദിവസവും കൊന്തയ്ക്ക് പോകും, രാവിലെ പള്ളിയിൽ പോയാലും വൈകുന്നേരം കൊന്തയ്ക്ക് പോകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. ബാക്കി പറയാൻ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് കൊടുക്കാം. എൻ്റെ പേര് മേബിൾ മാത്യു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഞാൻ ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി വെക്കുന്നത്. എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. വിസ എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് വിസ വെച്ചു. ആദ്യത്തെ വിസ റിജക്റ്റായി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഞാൻ അപ്പോൾ അമ്മയോട് കൂടെ പറഞ്ഞു, അമ്മയും കൂടെ വെക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥന തുടങ്ങി. ഞാൻ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ പുതുക്കുന്നതിന് 10 ദിവസം മുന്നേ എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. 29-ാം തീയതി ഞാൻ അവിടെ പോയി അപ്പോയിൻമെൻറ്റിന് വേണ്ടി പോയി. അവിടെ ചെന്നു. പാസ്പോർട്ടിൽ തൈലവും ഉപ്പും ഒക്കെ വിതറി ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള മെയിലോ കാര്യങ്ങളോ വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. കാരണം ആദ്യത്തെ തവണ ഒരു തവണ റിജക്റ്റ് ആയത് കാരണം. അപ്പം
ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയും മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കണം, എനിക്ക് വരുന്നില്ലല്ലോ, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീയും പ്രാർത്ഥിക്കുമെന്ന്. അപ്പം ഡിസംബർ 2-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം വേണം, ഇത്തവണ എനിക്ക് മാതാവ് തരും, എനിക്കിതുകൊണ്ട് ജർമ്മനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അടയാളം തരുവാണെങ്കിൽ ഡിസംബർ 7-ാം തീയതി തന്നാൽ മതി എന്ന് പറഞ്ഞു മാതാവിനോട്. ഡിസംബർ 7-ാം തീയതി വരെ ഞങ്ങൾ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി രാവിലെ എനിക്ക് മെയിൽ വന്നിട്ട് ജർമ്മനിയിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വർക്ക് പെർമിറ്റ് ഒക്കെ സബ്മിറ്റഡ് ആയിട്ടുണ്ട്, വർക്ക് പെർമിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ എൻ്റെ കൂട്ടത്തിൽ തൃശ്ശൂരിൽ നിന്നൊരു കുട്ടി കൂടെ വരുന്നുണ്ട്, ആൻമരിയ. അവൾ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിനക്ക് വിസ കിട്ടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കാരണം തന്നെ എനിക്ക് ഡിസംബർ 7 എന്ന് പറയുന്ന ദിവസം എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടൊരു ദിവസമാണ്. അതിനുശേഷം 13-ാം തീയതി ഞങ്ങൾ പത്രം വരുത്തി. ഞങ്ങൾക്ക് പത്രം, കൃപാസന പത്രം ഞങ്ങൾ വരുത്തുന്നതെന്ന് പറയുമ്പം ഉടമ്പടിയിൽ എടുക്കുന്ന 3 പത്രമല്ല, അതിനും കൂടുതൽ ഞങ്ങൾ പത്രം വരുത്താറുണ്ട്. അങ്ങനെ കൃപാസന പത്രം വരുത്തി. അത് 13-ാം തീയതി അമ്മ കൊണ്ടുപോയി ഹോസ്പിറ്റലിലും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും. അപ്പോൾ ഫുഡിൻ്റെ കൂട്ടത്തിൽ അമ്മ അത് കൊടുത്തു. അതിനുശേഷം ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പത്രം കൊടുക്കും. അങ്ങനെ അമ്മ കൊടുത്ത് തിരിച്ചു വന്നു. 15-ാം തീയതി ഞാൻ എൻ്റെ പത്രം കൊണ്ട് ഇറങ്ങി. പത്രം എല്ലാം കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് കൊറിയർ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പേടിയെന്ന് പറയാൻ പറ്റില്ല, ഒരു കിട്ടുമോ ഇല്ലയോ എന്നൊരു ടെൻഷൻ, ചെറിയതായിട്ടൊരു ടെൻഷൻ വന്നു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ പോയി മേടിക്കണം, എനിക്ക് പോകാൻ പറ്റത്തില്ല, അമ്മ തന്നെ പോയിട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം അമ്മ പോകുന്നത് കാരണം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, കൃപാസന പത്രം വായിച്ചു. വിസ എനിക്ക് 15-ാം തീയതി കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിസ കിട്ടുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന്. 16-ാം തീയതി ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. അതേപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ ഡാൻസും കരാട്ടയൊക്കെ ചെയ്യുന്ന കാരണം അവൾക്ക് ഒരു തവണ കാലിനൊരു വേദന വന്നു. എന്നതാ പറ്റിയെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ആദ്യം ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരുമി കെട്ടാമെന്നൊക്കെ പറഞ്ഞു. 2 ആഴ്ച തിരുമി കെട്ടിയിട്ടും കൊച്ചിന് കാലിനൊരു വേദനയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. അപ്പം എക്സ്റേ എടുക്കാൻ പോയപ്പം പറഞ്ഞു അവളുടെ ഉപ്പൂച്ചീൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്പോട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, അത് കാരണമാണ് അങ്ങനെ വരുന്നത്. അത് ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തിരുമി കെട്ടിയോണ്ടോ ഒന്നും കാര്യമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 1.5 മാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് കാലനക്കാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞു. അപ്പം കൊച്ചിൻ്റെ ആദ്യ കുർബാനയോട് അടുപ്പിച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവൾക്ക് അടുപ്പിച്ച് വീട്ടിൽ 1.5 മാസം ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വാ, അപ്പം പിന്നെ സ്റ്റഡിയിൽ ലീവാണല്ലോ 2 മാസത്തേക്ക്, അപ്പം വീട്ടിലിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം അമ്മയും ഞാനും വിചാരിച്ചു ഇനി മുതൽ ടാബ്ലറ്റ് ഒന്നും മുന്നേ എടുക്കുന്നുണ്ടായിരുന്നില്ല, ഇനി എന്തായാലും കഴിക്കുന്നില്ല, ഹോസ്പിറ്റലും പോകുന്നില്ല. അന്ന് മുതൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ തൈലം പുരട്ടുന്ന സമയത്ത് എൻ്റെ അനിയത്തിയുടെ കാലിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരിക്കൽ പോലും അവൾ അങ്ങനെ ഒരു വേദനയെ പറ്റി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല, അവൾക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി. അതേപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പറ്റുന്നവർക്കൊക്കെ പത്രം കൊടുക്കും. ഞങ്ങളുടെ ഇടവകയിലല്ല, കൂടുതലും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലിലൊക്കെയാണ് കൊടുക്കുക ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ ഞങ്ങൾ ഡയാലിസിസ് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടനുണ്ട്, ആ ചേട്ടന് സ്ഥിരമായിട്ടൊരു തുക ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന രോഗികൾക്കൊക്കെ വരുന്ന സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് വരുന്ന മെസ്സേജുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ, ഒരുപാടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് വെച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ കാരുണ്യപ്രവർത്തികളിൽ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും, മുന്നേ എനിക്ക് ചൊവ്വാഴ്ചയിൽ ലൈവായിട്ട് കൂടാൻ ഭയങ്കര മടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അത് കാരണം ഇപ്പം മുതൽ ഞാൻ ലൈവിൽ ഇപ്പോൾ ഒരു 6 മാസത്തിന് മേലെയായിട്ട് ഡെയിലി ലൈവിനായിട്ട് തന്നെയാണ് കൂടുന്നത്. അതിനുശേഷം ലൈവിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. ഡെയിലി ബ്രെഡ് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി രാവിലെ ഫാദർ പറയുണ്ടായി, ഇന്ന് എന്താണോ നിങ്ങൾക്ക് എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് 15-ാം തീയതിയാണ് വിസ കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വന്നതിന് ശേഷമുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു 1.5 വർഷത്തോളം എനിക്ക് ഒരു തരത്തിലും വിസയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നീ പഠിപ്പ് നിർത്തിയോ, ഇനി ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും ടെൻഷനും, ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് ദേഷ്യമൊക്കെ വരും. ഒരമ്മച്ചിമാരൊക്കെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഗവൺമെൻറ് റോഡാണ്, ഒരു
കോൺക്രീറ്റ് റോഡാണ്. അതിൻ്റെ മുന്നിൽ കൂടെ ഒരമ്മച്ചി രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ചോദിക്കും എന്നാ പോകുന്നില്ലേന്ന്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ ഭയങ്കര മടിയായി. പള്ളിയിൽ പോയിട്ട് വന്നാൽ തന്നെ ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞ് വാഴ്ത്തലും കഴിഞ്ഞ് ഉടനെ ഇറങ്ങി വീട്ടിലോട്ട് ഓടും. എനിക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് വരണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളവരെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പറഞ്ഞു തന്നു നിനക്കുള്ള ടൈം ആകുമ്പോൾ എല്ലാം ശരിയാവുമെന്ന്. അതേപോലെ ഞാൻ മാതാവിൽ വിശ്വസിച്ചു. എൻ്റെ ടൈം ആവുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് അതേപോലെ ടൈം ആയി. ഞാൻ പോവുകയാണ്. ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ പോവുകയാണ് ജർമ്മനിക്ക്. ഇത്രയാണ് എൻ്റെ സാക്ഷ്യം. അതുപോലെ ഒരു ദിവസം ഈ വിസയ്ക്ക് വെച്ചതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ സ്വപ്നത്തിൽ ജോസഫ് അച്ഛനെ കണ്ടിരുന്നു. എനിക്ക് അനുഗ്രഹം തരുന്നതായിട്ടാണ്, 2 കൈയും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹം തരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുവരെ ഞാൻ മാതാവിനെ ഒന്ന് കാണണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചില്ല. പക്ഷേ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. തൊട്ട് പിറ്റേ ദിവസം എൻ്റെ മകൾ എന്നോട് കരയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ വിസ ക്യാൻസലായിപ്പോയി എന്ന്. പക്ഷേ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം, ഞങ്ങളുടെ യോഗ്യതയാൽ ഒരു കാര്യവും നടക്കുകയില്ല എന്നാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന്. കാരണം ഈശോയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ കൃപയോടെ മാത്രമേ എന്തെങ്കിലും സാധിക്കുകയുള്ളൂ എന്ന് അന്ന് മുതൽ എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആ സ്വപ്നത്തെപ്പറ്റി മോളോട് പറഞ്ഞിട്ടില്ല, കാരണം അവൾക്കതൊരു ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് 100% ഉറപ്പായിരുന്നു, അമ്മ ഒരിക്കലും കൈവിടുകയില്ല, ഈശോ വഴി അത് സാധിച്ചു തരുമെന്ന്. ഞങ്ങൾക്ക് ഈശോ വഴി മാതാവ് സാധിച്ചു തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. സോണി മാത്യു എന്ന ഈ സഹോദരി മക്കളോടൊപ്പം ചേർന്ന് കൃപാസന മാതാവ് വഴി ലഭിച്ച പ്രത്യേകമായ ദൈവിക അനുഗ്രഹങ്ങളെ ഈ തിരുവൾത്താരയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ അമ്മയുടെയും ഇളയ മകളുടെയും രോഗസൗഖ്യങ്ങളെ പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്തി അതേറെ നാളായി 3 വർഷത്തോളമായി അനുഭവിച്ചിരുന്ന ക്ലേശാനുഭവങ്ങളാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ദിവസം മുതൽ മാറിയിട്ട് ഇന്ന് വരെയും യാതൊരു ക്ലേശവുമില്ലാതെ അമ്മ സാധാരണ ജീവിതം നയിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം മകൾക്കുണ്ടായ ശാരീരികമായ ക്ലേശാവസ്ഥയിലും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മറ്റ് യാതൊരു ചികിത്സയില്ലാതെ മരുന്നില്ലാതെ മകൾക്ക് ലഭിച്ച പൂർണ്ണ രോഗസൗഖ്യത്തെയും അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തി. പ്രധാനമായും സാക്ഷ്യപ്പെടുത്തിയത് മകളുടെ ജർമ്മനിയിലേക്കുള്ള പഠനവും ഒപ്പം പ്രോസസ്സ് പൂർത്തീകരിച്ച് പോകുവാനുള്ള വഴികൾ തെളിഞ്ഞതുമാണ്. ആ മകളും അമ്മയും ഒരുപോലെ പ്രത്യേകമാവിധം സൂചിപ്പിച്ചു. എത്ര കണ്ട് ഇകഴ്ത്തലുകൾ, പരിഹാസങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ഈ നാളുകളിൽ ഈ അമ്മയും മകളും കേട്ടുവന്ന. അതുകൊണ്ട് കഴിവുകൊണ്ട് നേടാനാവില്ല എന്നുറപ്പിച്ചൊരു വിഷയത്തെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അത് അനുവദിച്ച് നൽകിയതും അത്ഭുതകരമായി യാതൊരു ക്ലേശവുമില്ലാതെ അമ്മ മാതാവ് എല്ലാ വിഷയങ്ങളും ക്ലിയറാക്കി കൊടുത്തുകൊണ്ട് ഈ അടുത്ത മാസം വിദേശത്തേക്ക് പോകുവാനുള്ള വഴികൾ തുറന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മകൾ സൂചിപ്പിക്കുന്നുണ്ട്, ഡിസംബർ 7 മകൾ കണ്ടൊരു ഡേറ്റായിരുന്നു, 15 മറ്റൊരു ഡേറ്റായിരുന്നു. അങ്ങനെ ഓരോ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ സമയം ഡേറ്റ് കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ മറ്റുള്ളവർ തന്നെ ഇകഴ്ത്തുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ കൂടുതൽ ഈശോയിലും അമ്മയിലും ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതിലൂടെ മകൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ലോകം നമ്മളെ എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ചല്ല, നമ്മൾ ദൈവത്തിന് മുമ്പിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് നമുക്കെപ്പോഴും വിചാരമുണ്ടാവണം. ലോകം നമുക്ക് മുഴുവൻ മാർക്ക് നൽകിയാലും ദൈവസന്നിധിയിൽ നമുക്ക് മാർക്കൊന്നും നേടാനാവുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ ദുരന്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ മത്തായി 17:27 വായിക്കുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനമെന്ന്. ഉടമ്പടി ജീവിതം ആത്മാവിനെ ദൈവത്തിന് വേണ്ടി ഉടമപ്പെടുത്തുന്ന ജീവിതമാണ്. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ലോകം വെച്ചു നീട്ടുന്ന സന്തോഷങ്ങളിൽ നിന്ന്, ലോകം നമ്മളെപ്പറ്റി പറയുന്ന നന്മകളിൽ നിന്ന് ഒക്കെ മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആസ്തിയുള്ളവരായി, ദൈവം കണ്ട് അനുഗ്രഹിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ജീവിതക്രമത്തിൻ്റെ പേരാണ് മരിയൻ ഉടമ്പടി എന്നത്.
അതുകൊണ്ട് മരിയൻ ഉടമ്പടിയിൽ ഏതൊരു ചെറിയ കാര്യവും നമ്മൾ പൂർണ്ണമായ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി നിർവഹിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാർക്കിടുന്നത്, നമുക്ക് വേണ്ടി സമയമൊരുക്കുന്നത്, നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നു തരുന്നത് അത് ഈശോയും അമ്മ മാതാവും മാത്രമായിരിക്കും. അതുകൊണ്ട് മനുഷ്യകരങ്ങളിലല്ല ദൈവസന്നിധിയിലാണ് എൻ്റെ പ്രത്യാശയും എൻ്റെ വിശ്വാസവുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനാണ് മരിയൻ ഉടമ്പടി ജീവിതം നമ്മുടെ ഓരോരുത്തരെയും ഓരോ ദിവസവും പ്രചോദിപ്പിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്തു തന്നെയാവട്ടെ, എത്ര നാൾ പഴയതാവട്ടെ, എത്രയേറെ വേദനിക്കുന്നതാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ശരണപ്പെട്ട് നമുക്ക് കൊടുക്കാം. അനുഗ്രഹത്തിൻ്റെ വഴികൾ അമ്മ മാതാവ് ഒരുക്കും. ഈശോ നമ്മളെ സഹായിക്കും. അമ്മയുടെ കരങ്ങളിൽ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.